സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നുള്ളത് പേരുക്കടയാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അവൻ വിളിച്ചിട്ട് ചേട്ടാ ജസ്റ്റ് ഒന്ന് വാന്ന് വണ്ടി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കാര്യം പറഞ്ഞത്. സെന്ന് ടൈപ്പ് 1 തന്നെയാണിത്, പക്ഷേ ഇത് 1.3 ലിറ്റർ സ്വാപ്പ് ചെയ്ത് കേട്ടോ വണ്ടി. അതായത് 1.3 സ്വാപ്പ് ചെയ്ത എസ്റ്റീമിൻ്റെ എഞ്ചിൻ വെച്ച വണ്ടിയാണിത്. പക്ഷേ നൈസിന് എഞ്ചിൻ അവൻ്റെ 1 ലിറ്റർ എഞ്ചിൻ കംപ്ലൈൻ്റ് ആയി, അത് റീബിൽഡ് ചെയ്യാനെന്ന് പറഞ്ഞ് വണ്ടി കയറ്റിയിട്ട് നൈസിന് 1.3 സ്വാപ്പ് ചെയ്തത്. ഇപ്പോൾ 1.3 എസ്റ്റീമിൻ്റെ എഞ്ചിനാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവൻ ഗിയർ ബോക്സ് മാറിയിട്ടില്ല. ഗിയർ ബോക്സിൻ്റെ ക്ലച്ച് അവൻ്റെ ഫ്ലൈ വീല് മാത്രം മാറിയിട്ട് പിന്നെ ബ്രേക്ക് ബൂസ്റ്റർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി. ജസ്റ്റ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒന്ന് പെട്ടെന്ന് ഒരു കാര്യം പറയാനുണ്ടെന്ന് വിളിച്ചു വരുന്നതാണ്. പക്ഷേ ഇതാണ് വണ്ടി. 1.3 സ്വാപ്പ് ചെയ്ത വണ്ടിയാണ് കേട്ടോ. അതും സെന്നിൽ ഇത്രയും വെയിറ്റ് കുറഞ്ഞ വണ്ടിയിൽ 1.3 എഞ്ചിൻ ഇരുന്ന് എങ്ങനെ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം കോസ്റ്റുമായി. ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. ഇത് ഓൾമോസ്റ്റ് ഒരു 40-45K 40-45,000 രൂപ അടുപ്പിച്ചായി ഈ എഞ്ചിൻ സ്വാപ്പ് ചെയ്യാനും ഫുൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതും ഈ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെക്ക് ചെയ്യാണ്ട്. ഇപ്പോൾ ഒരു റോഡ് ടെസ്റ്റിൻ്റെ പേരിൽ വണ്ടി റോഡിലോട്ട് ഇറക്കിയിട്ടേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വർക്ക് തീർന്നിട്ടില്ല. വണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാണ്ട് സൈഡൊക്കെ. ഇത് എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, മൈലേജ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വേണം മനസ്സിലാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടി. ഈ പറഞ്ഞ പോലെ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇതിൽ വേറെ അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ള ഒപ്രയുടെ വീൽസ് ഇട്ടിട്ടുണ്ട്, കെൻഡ ടയേഴ്സ്, പിന്നെ കസ്റ്റം ലോറിങ് സ്പ്രിങ് ആണ് ഇരിക്കുന്നത്. പിന്നെ ജെസിൻ്റെ ഉള്ള പോലത്തെ ഫുള്ള് ഓട്ടോമാറ്റിക്കിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റും ഉണ്ട്. ഇത് ലൗഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം, എക്സോസ്റ്റ്. അപ്പോൾ വണ്ടി ജസ്റ്റ് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷേ അതിന് മുന്നേ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് 2003 മോഡൽ MBFI ആണ്, ടൈപ്പ് 1 ആണ്. എന്നാലും ജസീമിന് വലിയൊരു ആഗ്രഹമാണ് കേട്ടോ ഇതുപോലെ എഞ്ചിൻ സ്വാപ്പ് ചെയ്യണമെന്ന്, 1.3 ചെയ്യണമെന്നുള്ളത്. അപ്പോഴാണ് അബി ചെയ്തതെന്ന് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ അബിയെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഞങ്ങൾ. അബി എന്നാണ് പേര്. ഇതാണ് ആൾ കേട്ടോ, അതാ ചെക്ക് ഷർട്ട്, അവനാണ് ആൾ. അവൻ ഞങ്ങളടുത്ത് പറഞ്ഞതും അവൻ്റെ എഞ്ചിൻ പ്രശ്നമായി. എൻ്റെ നോക്കിംഗ് ശബ്ദം വന്നിട്ട് 1 ലിറ്റർ അവൻ്റെ വണ്ടിയുടെ സെന്നിരുന്നിച്ച് നോക്കിംഗ് ശബ്ദം വന്നിട്ട് അവൻ പണിയാൻ വേണ്ടി കയറ്റിയെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. പക്ഷേ വണ്ടി ഇറക്കിയതിന് ശേഷം അവൻ വിളിച്ച് പറഞ്ഞതും ഇതുപോലെ എഞ്ചിൻ സ്വാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കേസ് പറഞ്ഞത്. ഞങ്ങൾ ഇതാ പറയുന്നത് ഇങ്ങനെ വന്നത്. വണ്ടി ഒന്ന് എടുത്ത് നോക്കി എന്താണെന്നുള്ള ഒരു വ്ളോഗ് ചെയ്ത് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് 1.3 ചെയ്യണതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അത് ലൈക്ക് ഒന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ എഞ്ചിൻ സെറ്റ് ചെയ്യുന്നതിന് വേറെ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ല. കാരണം എഞ്ചിൻ മൗണ്ട്സ് എല്ലാം സെയിം ആണ് കേട്ടോ 1.3. അതായത് ഓൾമോസ്റ്റ് സെയിം എഞ്ചിൻ തന്നെയാണ്, പക്ഷേ 1.3 ആണെന്നേ ഉള്ളൂ. CC വ്യത്യാസമുണ്ട്. പിന്നെ ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഈ എഞ്ചിൻ മാറുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗിയർ ബോക്സും ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്ലൈ വീലും കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത്നെസ് കിട്ടും ഗിയർ ഷിഫ്റ്റിങ്ങിനൊക്കെ. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടിക്ക് ഇപ്പോൾ നല്ല പവർ കൂടുതലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബ്രേക്കിംഗ് വേണമെന്നുള്ളതുകൊണ്ട് ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബൂസ്റ്റർ ചെയ്തിരിക്കുന്നത് 1.3 ബൂസ്റ്ററാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി ചെറിയ വണ്ടിയാണ്, വളരെ ചെറിയ വണ്ടിയാണ്, വെയിറ്റും കുറവാണ്. ഈ എഞ്ചിനൊക്കെ 1 ലിറ്റർ എഞ്ചിനിൽ തന്നെ ഞങ്ങൾ അത്യാവശ്യം ഓടിക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല പവർ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും 1 ലിറ്റർ എഞ്ചിനിൽ തന്നെ എന്തുമാത്രം പവർ വണ്ടി പവർ ഔട്ട്പുട്ട് തരുമെന്നുള്ളത്. അപ്പോൾ 1.3 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചും കൂടെ നോക്കാണ്ട്. അപ്പോൾ ഈ സംബന്ധമായിട്ട് എന്തെങ്കിലും വർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എഞ്ചിൻ സ്റ്റോപ്പ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരു 1.6 നമ്മൾ പഴയ ബലേനോട് എഞ്ചിൻ ചെയ്താൽ കൊള്ളാം അതൊക്കെ ചെയ്യാൻ എന്താ പ്രൊസീജിയറെന്ന് ചോദിക്കും. പക്ഷേ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 1.6 എഞ്ചിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എഞ്ചിൻ മൗണ്ട്സ് വേറെ ചെയ്യണം. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എഞ്ചിൻ മൗണ്ട്സ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാസിൽ പ്രശ്നം വരും. പിന്നെ കുറച്ചും കൂടെ ഈ ബിൽഡിംഗ് പ്രോസസ്സ് കൂടുതൽ. ഇതിപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു എഞ്ചിനും ബാക്കി ക്ലീൻ ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരാഴ്ചക്കകത്ത് വണ്ടി ഫുൾ റണ്ണിങ് കണ്ടീഷനൊക്കെ ഇറക്കാൻ പറ്റും. പക്ഷേ 1.6 ആണെന്നുണ്ടെങ്കിൽ സമയം എടുക്കും. കാരണം എഞ്ചിൻ മൗണ്ട്സ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണം, ബ്രേക്കേഴ്സ് കറക്റ്റായിട്ട് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കറക്റ്റ് എഞ്ചിൻ ബേക്കകത്ത് എഞ്ചിൻ മാത്രമായിട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം ബാക്കി വയറിങ്ങും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളാണ്. 1 ലിറ്റർ എഞ്ചിൻ എടുത്ത് മാറ്റുക, 1.3 എഞ്ചിനെടുത്ത് കയറ്റുക, ബാക്കി അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ നോക്കുക, വയറിങ്, വണ്ടി സ്റ്റാർട്ടിങ്, അങ്ങനെ സെറ്റപ്പ്സ് നോക്കി വണ്ടി റെഡിയാക്കി ഇറക്കിയാൽ മാത്രം മതി. വലിയ ബുദ്ധിമുട്ടില്ല, വലിയ ടാസ്ക്കുള്ള പരിപാടിയല്ല ഇത്. പക്ഷേ 1.6 ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ എഞ്ചിൻ സ്വാപ്പ് ചെയ്ത് റോഡിൽ എങ്ങനെയാണ് റോഡ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഓടുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വർക്കുകൾ ഒരുപാട് പെൻഡിങ് ഉണ്ട്. പെയിൻറ്റിംഗ് ഉണ്ട്, എഞ്ചിൻ പെയിൻറ്റിംഗ് ഉണ്ട്, എഞ്ചിൻ ക്ലീനിങ് ഉണ്ട്. എഞ്ചിൻ പക്ഷേ ഫുള്ളി റീബിൽഡ് ആയിട്ടുള്ള എഞ്ചിനാണ് കേട്ടോ. ഇത് 1.3 എടുത്ത് ഫുള്ളി റീബിൽഡ് ചെയ്തു. ഇതിൻ്റെ ഇളക്കിൻ്റെ ക്രാങ്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, ബെയറിങ് മാറുകളെല്ലാം മാറി എല്ലാം വൃത്തിയാക്കി ഇറങ്ങുന്ന എഞ്ചിനാണ് കേട്ടോ ഇത്. അത് ക്ലീനാണ് എഞ്ചിൻ.
വേറെ ഇനി എഞ്ചിൻ പരമായിട്ട് ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി അല്ലാതെ ഓടി നോക്കി പെർഫോമൻസും ഇതിൻ്റെ മൈലേജും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ബാക്കിയൊന്ന് മൊത്തത്തിൽ നോക്കാണ്ട് എൻ്റെ കൂട്ടത്തിൽ ഞാൻ വണ്ടി ലോവർ ചെയ്തു. ഇതിപ്പോൾ കസ്റ്റം ലോവറിങ് സ്പ്രിങ്സ് ആണ് ഇട്ടിരിക്കുന്നത്. വണ്ടിക്ക് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, കാരണം ഇത്രയും പവർ ഔട്ട്പുട്ട് തരുമ്പോൾ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റമായിട്ടുള്ള സ്പ്രിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഇതാണ് വണ്ടി കേട്ടോ. എന്താ സ്റ്റിയറിംഗ് 3 സ്പോക്ക് സ്റ്റിയറിംഗ്. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. റണ്ണിങ് ഷോട്ട്സും കൂടെ എടുക്കാനും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ബാക്കി എന്താണെന്നുള്ളത് ജസ്റ്റ് അടുത്ത വണ്ടി ഓടിക്കാൻ വേണം. അപ്പോൾ ഗായ്സ് വണ്ടി ജസ്റ്റ് ഞങ്ങൾ ഓടിച്ചൊക്കെ ഇറങ്ങി. ഞാൻ ജെസ്സിയും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞുതരാം. അതുപോലെ സീറ്റ് ബെൽറ്റ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. വണ്ടിയിൽ ഒരുപാട് വർക്ക് ഇനി പെൻഡിങ് ഉണ്ട്. ജസ്റ്റ് അവർ റോഡ് ടെസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പെർഫോമൻസ് എങ്ങനെ, വണ്ടിയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, മൈലേജ് എങ്ങനെ, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വണ്ടി ഇറക്കിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് വർക്ക് ഇതിൽ വണ്ടി പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ എഞ്ചിൻ വൈസ് വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്. ഇവിടെ പുള്ളി ചെയ്യാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് തിരക്കാണ് കേട്ടോ റോഡ് നല്ല. അപ്പോൾ ഒന്ന് ചവിട്ടി നോക്കുകയാണ്. തലയല്ല ഗൈസ്, വണ്ടി ഇനിഷ്യൽ പിക്കപ്പ് ഭയങ്കര പിക്കപ്പ് തേർഡ് ഗിയറിൽ പവർ, വണ്ടി പവർ മാറേജ്. ഓ ഇത് റാലിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കാളിയാ വണ്ടി. എന്തുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ 1.3 സ്വാപ്പ് ചെയ്യുന്നത്. സത്യം വണ്ടി ഭയങ്കര രസമാണ് കേട്ടോ ഓടിക്കാൻ. കുറച്ചേ പൊളിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി നല്ല പവർ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ പവറായിട്ട് യൂസ്ഡ് അല്ല. 1.3 ആണ്, ഞാൻ 1 ലിറ്ററിലാണ് ഓടിച്ചത്. നല്ല യൂസ്ഡ് ആണ് 1 ലിറ്ററിൽ. പക്ഷെ 1.3 ഒട്ടും യൂസ്ഡ് അല്ല. ഇനി എടുത്തോണ്ട് പോയി എവിടെയെങ്കിലും എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അറിയാലോ, നാട്ടുകാർ വേറെ നേരം. ഈ റോഡ് നല്ല തിരക്ക് പിടിച്ച റോഡാണ് കേട്ടോ. ഇടുങ്ങിയ റോഡും സമയം ഈ പറഞ്ഞ ഓഫീസ് ടൈം ആയി, 4 മണിയായി. നല്ല തിരക്കാണ് ട്രാൻസിറ്റിക്ക്. പിന്നെ 4 മണി തൊട്ട് 8 മണി നല്ല തിരക്കാണ്. വർക്ക് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഹൈവേയിൽ നല്ലൊരു റണ്ണ് ഞാൻ ഈ വണ്ടിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി വണ്ടി ഒന്ന് ഓടിച്ച് ജെസ്സിയും കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ അവനോട് ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തിയതിനു ശേഷം ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ അതുവരെ ബൈ ഗൈസ്. ഒന്നും പറയല്ലോ കേട്ടോ, വണ്ടി അടിപൊളി, ഓട്ടിക്കാൻ നല്ല രസമുണ്ട് വണ്ടി. ജെസ്സിമിന്റെ അടുത്ത് ഓടിച്ചോട്ടെ. ഓക്കെ ജെസ്സിം കമൺ. അതാണ് ഈ ആ ത്രോട്ട് ഇവിടെ വേണ്ടി തെറിക്കുന്നത് കേട്ടോ. നമ്മളോട്ട് ഇങ്ങനെ തെറിക്കൂല. റോഡില്ല, അതാണ് പ്രശ്നം. ഹൈവേയിൽ കിട്ടിയ അടിപൊളിയായിരുന്നു, പൊളിച്ചടുക്കായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും എഞ്ചിൻ സ്വാപ്പ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തു തരാം. ഇതിനെപ്പറ്റി ഏകദേശം ഐഡിയാസ് ഉണ്ട് ഞങ്ങൾക്ക്. കാരണം ഇവന്റെ വണ്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് നാളായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യണുണ്ട്. ഒരു വണ്ടിയിൽ ചെയ്ത് കൂടെ കണ്ടപ്പോ ഹാപ്പി.
പക്ഷെ വലിയ കുഴപ്പമില്ല. നമ്മൾ വിചാരിച്ചതിന്റെ അത്ര വലിയ ഇതില്ല, നമ്മളെ വണ്ടി പോലെ തന്നെ. ഷോക്ക് മാറാറ് അല്ല, എനിക്ക് തോന്നുന്നു ആ സ്പ്രിങ്ങിന്റെ പ്രശ്നമല്ലേ, കസ്റ്റം സ്പ്രിങ് അല്ലേ, അതിന്റെ ഒരു ഇടി കൂടുതൽ. അത് മാത്രമല്ല ഇവന്റെ ഗണ്ടയാണ്, നമ്മളെ ഗണ്ടയാണ്. ലിങ്ലോങ് നമ്മളെ സെയിം ഇടിയാണ് ഇതിന് കിട്ടുന്ന. ലിങ്ലോങ്ങിന്റെ അല്ല, ലിങ്ലോങ്ങിന്റെ ഇടി കുറവാണ്, കുറച്ചുകൂടെ പ്രൊഫൈൽ വ്യത്യാസങ്ങളുണ്ട്. ഭയങ്കര രസമുണ്ട് ഇവിടെ നിന്ന് ഫുള്ളടി. സൂപ്പറായിട്ടാവും. ആൾക്കാരൊക്കെ നോക്കിയിടുന്നുണ്ട്, അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോണ്. ഇടി കിട്ടോ അഭിയെടുത്ത് പറ 7 വരല്ലത്. അവന് തിരക്കില്ലാന്ന് പറഞ്ഞിട്ട്. അല്ല, ഞങ്ങൾ ഈ പ്രൊഫഷണൽ വ്ളോഗേഴ്സ് അല്ല കേട്ടോ, ജസ്റ്റ് പറയുകയാണ്. ഞങ്ങളിങ്ങനെ ഈ നമ്മളെ അലമ്പും ഞങ്ങളുടെ സംസാരവും വെളിത്തരവും ഇതൊക്കെ വെച്ചാണ് ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ തന്നെ പ്രൊഫഷണൽ വ്ളോഗേഴ്സായി ഞാൻ ഒരിക്കലും മാറൂല, പേടിക്കണ്ട. നമുക്കിതാണ് ഇഷ്ടം. ഇതുപോലെ ഇങ്ങനെ അലച്ച് വണ്ടി ഓടിച്ച് വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലാതെ മറ്റേ ഇംഗ്ലീഷിൽ വെരി നൈസ് സോ ഫാസ്റ്റ് ഇങ്ങനെ പറയാനൊന്നും താല്പര്യമില്ല കേട്ടോ. നമ്മുടെ സ്റ്റാൻഡേർഡ് എത്തി കുറഞ്ഞ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇതാണ് നമുക്ക് ഇഷ്ടം. നമ്മള് ഭയങ്കര പവറ്, നല്ല ഫുള്ള് തേട്. ഞാൻ ഇവിടെ കൊണ്ട് തേറിലായിട്ട് കളിച്ച് വണ്ടി തേടിൽ തെറിച്ചിരിക്കുന്ന വണ്ടി. ശകല RPM ഏറിയ തീർന്ന്. അടിപൊളി, വേറെ ലെവലിലെ കൂട്ടാം. 1.3 സ്വാപ്പ് ചെയ്ത വണ്ടി കേട്ടോ. പക്ഷെ ഞാനും ജെസ്സിയും സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഒരു 1.3 സ്വാപ്പ് ചെയ്ത വണ്ടി ഓടിക്കുന്നത്. നീ ഓടിച്ചില്ല, ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം 1.3 സ്വാപ്പ് ചെയ്ത വണ്ടി ഓടിക്കുന്നത്. ചെറിയ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ടില്ലായിരുന്നു. അല്ല, ഇനി എന്തായാലും എന്റെ സെന്റിൽ ഞാൻ 1.3 സ്വാപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത്. അത് പണിത് തുടങ്ങുമ്പോ പയ്യെ അത് ഫുൾ ബിൽഡ് പ്രോജക്ട് വർക്ക് ആയിട്ട്. ഞാൻ എന്റെ വണ്ടി ഇങ്ങനെ പെൻഡിങ് ഇട്ടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊന്ന് ഈ പറഞ്ഞ പോലെ റോഡ് യൂസ് പ്ലസ് അതിന്റെ കൂടെ എനിക്ക് റാലിക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ പെൻഡിങ് ഇട്ടിക്കുകയാണ്. അത് പയ്യെ ഒന്ന് ബിൽഡ് ചെയ്ത് വൃത്തിക്ക് പ്രോപ്പർ ഒരു പറ്റുന്ന പോലെ ഒരു റേസ് കാർ പ്ലസ് ഒരു സ്ട്രീറ്റ് കാർ ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. മെയിൻ റാലി, എനിക്ക് റാലി യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തിട്ടിരിക്കുന്നത്. സീരിയസ് ആയിട്ട് പറഞ്ഞത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തെടുത്തോണ്ട് പോകണം. അപ്പൊ അത് ആ ബിൽഡ് ഉടനെ ചെയ്യും. ഞാൻ അത് യൂട്യൂബിൽ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ സെന്റ് പരമായിട്ടും ഞാൻ പറഞ്ഞില്ല, ഏത് വണ്ടി പരമായിട്ടും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഉറപ്പായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ചില സമയത്ത് ബിസി ആയിരിക്കാം, കാരണം ഈ പേഴ്സണൽ കാര്യങ്ങളായിട്ട്. അതല്ലാതെ ഫ്രീ ടൈം നമ്മൾ ഈ ഇതിനെപ്പറ്റി എപ്പോഴും ഓൺലൈൻ ഇരിക്കുന്ന ടീമുകളല്ല, നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ്. പക്ഷെ ഫ്രീ ടൈമിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇതും വെച്ച് ഉറപ്പായിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കമന്റിൽ സംശയം ചോദിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർക്കും കൊടുക്കുന്നുണ്ട്, ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എസ്സിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്കും വിളിക്കുന്നവർക്കും എല്ലാവർക്കും മാക്സിമം ഹെൽപ്പ് ആവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ തിരിച്ചെത്തി ഗായ്സ്. ഇവന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റും കൂടെ പോളിഷ് ചെയ്യണം, കൂടെ കാണിച്ചു തരാം കേട്ടോ. നിന്റെ ലൗഡ് ഉണ്ടോ? എക്സോസ്റ്റ് ലൗഡാണ് ഇരിക്കുന്നത്. ഇതാണ് അബി, ഇതാണ് വണ്ടിയുടെ ഓണർ അബി കുട്ടൻ. അവന് ഇൻസ്റ്റാഗ്രാം കൊടുത്തിരിക്കാം, ലിങ്ക് കൊടുത്തിരിക്കാം, അവനെ കോൺടാക്ട് ചെയ്താൽ കേട്ടോ. ജെസ്സി എന്തുണ്ട്, എങ്ങനെ ഓടിച്ചിട്ട് എന്ത് തോന്നുന്നു? ഷോപ്പ് ചെയ്യണ്ടേ? അല്ല ചെയ്യാം. അല്ല അത് മാത്രമല്ല, ഈ ഹൈഡ്രോളിക് ഇതും ചെയ്യണം, ഈ സാധനം ചെയ്യണം. പക്ഷെ തിരിച്ചടയ്ക്കുമ്പോ ഒരു വെയിറ്റ് കയറണ്ട അബി. ഇത് ഇവിടെ ഒരു സൈഡിലും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ. ഓ, ഈ വിൻഡോയുടെ ഇതിലുണ്ടല്ലേ. സ്പ്രിങ് കസ്റ്റം എങ്ങനെ കട്ട് ചെയ്തിട്ട്
അല്ല ഈ പറഞ്ഞ പോലെ ഫുൾ കംപ്ലീറ്റ് ഇറങ്ങുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇറക്കിയതാ വണ്ടി അടിപൊളി. അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടി. അപ്പോൾ ഇതിന്റെ അടുത്ത എന്താ പറയുക കണ്ടിന്യൂഷൻ ആയിട്ട് ഒരുപാട് വീഡിയോസ് വരും. വണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഈ പറഞ്ഞ പറ്റുമെങ്കിൽ ഒരു ഹൈവേയിൽ ഒരു ഷോട്ട് ഒരു ജസ്റ്റ് ഒരു പുള്ളിന് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഹൈവേ കയറിയിട്ട് ഒരു ജസ്റ്റ് വീഡിയോ ഞാൻ എടുത്തിട്ട് തരാം. ജസ്റ്റ് ഓടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ വെളിത്തരം കാണിച്ചേക്ക് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു ഓക്കെയാണ്. അവർ കണ്ട ചെക്ക് ചെയ്യുന്നുണ്ട് ഫുള്ള്. ഒട്ടറെ വീല് വേണ്ട വേറെ ഇറങ്ങാം. അപ്പൊ അഭി പറയുന്നത് പോലെ ഇത് എഞ്ചിൻ മൊത്തം ഓവറോൾ ചെയ്ത് ബ്രേക്ക് ഫുള്ള്. പക്ഷെ നമ്മുടെ വണ്ടി പോലെ അല്ലളിയാ. നമ്മുടെ വണ്ടി കയറി വന്നിട്ട് ചവിട്ടുമ്പോൾ നിൽക്കുന്ന പോലെ നിൽക്കൂല. കുറച്ചുകൂടെ വലിയ റോട്ടർ അല്ല യൂസ് ചെയ്ത് അടിപൊളിയായിരിക്കും. അല്ല നമ്മൾ ഫസ്റ്റ് ഓടിക്കുന്നതാണ് പോയിട്ട്. ഇന്നും ഒരു പൈസ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ ഗൈസ് ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൂടെ ജെസിമിന് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്യുന്ന കൂടെ കാണിച്ചു തരാം. ഹെഡിന് തരാം. നമ്മളുള്ളത് വൺ സ്റ്റോപ്പ്. ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ തോന്നുന്നു കേട്ടോ ജെസിമിൻ്റെ വണ്ടി. ആളെയാ വൃത്തിയാടാ സെറ്റായി പോളിഷ് ചെയ്തു. നമ്മൾ കുറെ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്യണമെന്നുള്ളത്. നടന്നത് നന്നായി വൃത്തിയായിരുന്നു. അത് മാത്രം ഡള്ളായിട്ടിരുന്നു. ബാക്കി വണ്ടി മൊത്തം ക്ലീൻ. അത് മാത്രം ഡള്ളായിട്ടാണ് റെഡിയായി. ഇതിലൊന്നിലും പെടാത്തടുത്ത് ഫൈബർ തന്നെ കൊടുക്കൂ. ഒരുപാട് പേരുണ്ട് ചോദിക്കുന്നു. ഡോർപ്പാടുണ്ട് കാശ് കൊടുക്കുന്നു. ഇതാരുണ്ട് ഇടത്? ആ ഓട്ടോമേക്കാണ് ഇതാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ 1.3 സ്വാപ്പിനെ പറ്റിയും അല്ലാതെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഡൗട്ട് ഉള്ളവർ ഡാറ്റ ഉണ്ടെന്ന് ചോദിച്ചാലും മതി, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാലും മതി. ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങൾ പറഞ്ഞു തന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ഗൈസ്.